അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി രാജ്യത്തെ ആദ്യത്തെ ആശുപത്രി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് കോഴിക്കോട്ട് ആരംഭിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വൃക്കരോഗ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി മണ്ണൂരിന്റെയും ആഭിമുഖ്യത്തിലാണ് വൃക്കരോഗ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി രാജ്യത്തെ ആദ്യത്തെ ആശുപത്രി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് കോഴിക്കോട്ട് ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പൊതുവെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ രോഗലക്ഷണങ്ങളിൽ നമ്മുടെ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ അറിവ് അതിനെക്കുറിച്ച് കൂടുതലില്ലാത്തത് കാരണം അവഗണിക്കുന്ന ഒരു സാഹചര്യം പൊതുവെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പിന്നെ നീങ്ങുന്ന സ്ഥിതിയാണ്. പിന്നെ ചികിത്സിക്കാനാണെങ്കിൽ വലിയ തുക വേണ്ടി വരുന്നത് ഗുരുതരമായ രോഗാവസ്ഥകളിലേക്ക് എത്തിയതിനു ശേഷം ആണ് നമ്മൾ പൊതുവെ കണക്കാക്കുന്നത്. ഇപ്പൊ വൃക്കരോഗമെടുത്താൽ പൊതുവെ ശാരീരികം മാത്രമല്ല, നമുക്ക് മാനസികമായി രോഗിയെ മാത്രമല്ല കുടുംബത്തെ തളർത്തുന്നതാണ്. പൊതുവെ ഇത്തരം രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വളരെ വില പിടിച്ചതാണ് എന്നാണ് പൊതുവെ നമ്മൾ. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മാത്രമായി ഒരു ആശുപത്രി നമ്മുടെ രാജ്യത്ത് ആദ്യമായി ആരംഭിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ മുൻകൈയോടുകൂടി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് കോഴിക്കോടാണ് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ VKC മുഹമ്മദ് കോയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M ഗിരീഷ്, പിലാക്കാട്ട് ഷൺമുഖൻ, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ, T രാധാഗോപി, സ്വാഗത സംഘം ചെയർമാൻ Dr. P ചന്ദ്രശേഖരൻ, Dr. BP മുരളീധരൻ, Dr. മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു. ഒളവണ്ണ പഞ്ചായത്തിലും ബേപ്പൂർ മണ്ഡലത്തിലും സംഘടിപ്പിക്കുന്ന വൃക്കരോഗ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. ജീവിതശൈലിയിൽ നിന്നുണ്ടാകുന്ന വൃക്കരോഗങ്ങൾ പൂർണ്ണമായും തടയാനാണ് ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. തുടർ വിദ്യാഭ്യാസത്തിന് TC നൽകാതെ മാതാപിതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന സ്കൂളിനെതിരെ രക്ഷിതാവിന്റെ പരാതി.